നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ എസൻസ് ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. വാനില ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു നുള്ളു ഉപ്പിട്ടു. പിന്നെ ലേശം ബേക്കിംഗ് പൗഡർ ഇട്ടു കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആ പതപ്പിച്ചെടുത്തത് ഞാൻ 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ മിക്സ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മിക്സാക്കി ഞാൻ കുഴച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായി ഒന്ന് നമുക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സാക്കിയത് കേട്ടോ. എന്നിട്ട് നന്നായി കുഴച്ചെടുത്ത് ഞാൻ പിന്നെ ഉരുട്ടിയെടുത്തു. എന്നിട്ട് പിന്നെ ബേക്ക് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിന് ഓവൻ വേണം എന്നൊക്കെ. ഓവൻ വേണമെന്നൊന്നുമില്ല. ഓവനില്ലാതെ ഞാനൊരു ദിവസം ഇനി തയ്യാറാക്കുന്നത് കാണിക്കാം കേട്ടോ. ഈ തവണ ഞാൻ ഓവനിൽ തന്നെ വെച്ച് പിന്നീടാണ് ആലോചിച്ചത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അപ്പോൾ ഓവനൊന്നും വേണമെന്നില്ല എന്ന്. ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട, ഉരുട്ടിയെടുക്കുക. എന്നിട്ട് പിന്നെ ഏത് ഷേപ്പ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. ജസ്റ്റ് പരത്തിയതിന് ശേഷം നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് 2 സൈഡ് കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഷേപ്പ് ആക്കണം. ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ അതിൻ്റെ മുകളിൽ ആക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് വല്ല മോൾഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല കുപ്പിയുടെ മൂടികയോ അല്ലെങ്കിൽ കറിപ്പാത്രത്തിൻ്റെ മൂടിയോ വെച്ചിട്ട് അതാക്കിയിട്ട് നമുക്ക് പിന്നെ ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.